അതാ ഭാഗ്യശുദ്ധീകരണം. നമ്മളൊരു പാട്ട് പാടുമല്ലോ, പോഷിപ്പിക്ക പദ്യവചനമാ ക്ഷീരത്താൽ എന്നെ നിർമ്മല തോയം. തോയം വെള്ളം, സലിലം ജലം, തോയം ഇതൊക്കെ വെള്ളമാണ്. അവൻ നിർമ്മല തോയം, അതായത് പ്രകാരം ശുദ്ധവെള്ളം. ആ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. അപ്പോൾ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും, ഈ രണ്ട് ശുദ്ധീകരണത്തോടെ ഇനി അടുത്ത് വരണം. അങ്ങനെ അടുത്ത് വന്ന ദൈവമക്കളോട് എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, നിർത്തുക. ദൈവമക്കളോട് പറയുകയാ, നിങ്ങളെ പൂർവകാലം ഒന്ന് ഓർക്കണം, ഇപ്പോഴത്തെ വർത്തമാനകാലം ഒന്ന് ഓർക്കണം, 3 നിങ്ങളുടെ ഭാവികാലം ഓർത്തോണം. അതൊക്കെ എൻ്റെ ശൈലി അനുസരിച്ച് എനിക്കതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ പാട്ടും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചേർത്ത് പറയണമെങ്കിൽ എനിക്കൊരു 2-2.5 മണിക്കൂർ കിട്ടിയെങ്കിൽ എൻ്റെ രീതി. പക്ഷേ ഇന്നതിന് നമുക്കൊക്കത്തില്ല, എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിലും ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇവിടെ വന്ന് 2 വാക്ക് പറഞ്ഞത് തന്നെ ഞാൻ വലിയ മഹാഭാഗ്യമായിട്ട് എണ്ണുക. വിശേഷിച്ച് ബഹുമാനപ്പെട്ട അച്ചായനും ആദരണീയ കർത്തൃദാസന്മാർ ഇവിടെ തിയോളജിയൊക്കെ പഠിപ്പിക്കുന്നവരാ, പേടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നടുവിൽ നിന്ന് ഈ പോഷനാകുന്ന എനിക്ക് ഇങ്ങനെ അല്പസമയം പറയാനും നിങ്ങളെല്ലാം വളരെ ക്ഷമയോടെ അത് കേട്ടിരുന്നത് ഞാൻ വലിയ മഹാഭാഗ്യമായിട്ട് എണ്ണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 3 കാലമാണ്. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം. എല്ലാം വിവരിക്കുന്നില്ല. പൂർവ്വകാലം രക്ഷിക്കപ്പെട്ട സമയത്തുള്ള കാലമാ ഒരാശയം. അതാണ് കഷ്ടങ്ങളും പോരാട്ടങ്ങളും ഒക്കെ സഹിച്ചത്. പക്ഷേ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് വേറെ പുസ്തകത്തിൽ മുൻകാലം, പഴയ കാലം, അജ്ഞാതകാലം, പണ്ടത്തെ കാലം, ഇങ്ങനെയുള്ള പല പ്രയോഗമുണ്ട്. വേണേ 1-2 വാക്യം കർത്തദാസൻ എന്ന് വായിച്ച് സഹായിച്ചു. പൂർവ്വകാലം എങ്ങനെയാണെന്ന് എൻ്റെയും നിങ്ങളിൽ പലരുടെയും ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യോ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യോ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം, പിന്നെ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും. ബാക്കി ഇപ്പൊ പറയാൻ നേരമില്ലെങ്കിലും ഒന്ന് വായിച്ചു. ഗലാത്യ ലേഖനം 4-8 ഒന്ന് വായിച്ചു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, അതാ അന്ന് പണ്ടത്തെ കാലമാ കേട്ടോ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, ഉണ്ടോ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ, ജീവനുള്ള ദൈവത്തെ അറിയാതെ നടന്നൊരു കാലമുണ്ടായിരുന്നു. അവൻ അത് ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മറ്റുള്ളതിനെല്ലാം ദൈവമാണെന്ന് കരുതി. സത്യദൈവത്തെ അറിയത്തില്ല, അതുകൊണ്ട് ഇച്ചിരി ശക്തിയും മിടുക്കും ഉള്ളതിനെല്ലാം നമ്മൾ ശാന്തമ്മ ദൈവം, ബാബു ദൈവം, കോട്ടയത്തുണ്ടായിരുന്നു ദൈവം തങ്ക ദൈവം ഉണ്ട്. ഇല്ലിക്ക അപ്പുറം പാലത്തിൻ്റെ അവിടെ താമസിക്കുന്നത്. അതിന് കാരണം ഞാൻ എനിക്കൊരു യോഗത്തിന് പോകുന്നതിനോട് ചോദിച്ചു, ഒരാൾ വന്ന് ചോദിച്ചു എവിടെ പോവാ? ഞാൻ പറഞ്ഞു ഇന്നടുത്ത് പോവാ. ഏത് വീട്ടിലാണ്? അപ്പം ഞാൻ വീട്ടുപേര് പറഞ്ഞു. ഓ, ദൈവം തങ്ക എടുക്കലാന്നോ? അപ്പം ഞാൻ ചെന്നപ്പോഴും തങ്ക ഇങ്ങനെ ഒരു കസേരയിരിക്കുക, ദൈവം കളിച്ചിരിക്കും. ശാന്തമ്മ ദൈവം, ബാബു, പേരൊരു സുഖമില്ല, ദൈവം ബാബു. എനിക്കൊരു സുഖമായിട്ട് തോന്നുന്നില്ല. ബാബു പേരിടുമ്പോഴെങ്കിലും ഒരു ചൊവ്വുള്ള പേര്. അയ്യോ, ഇവരാരും സ്വഭാവത്താൽ ദൈവങ്ങളല്ല, അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പൂർവ്വകാലമാ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇവരാരും സ്വഭാവം കൊണ്ട് ദൈവമല്ല. ദൈവത്തിന് വിശേഷത ഒത്തിരിയുണ്ട്. എന്താ? അവിടുന്ന് സർവശക്തനാ, സർവ